ഡോസ് സിനിമയുടെ ഡയറക്ടർ ഇന്നലെ രാത്രി നോമിന് കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ കുറെ കമന്റ് ഇട്ട് മെഴുകിണ്ടായിരുന്നു. മാന്യനാണ്, സ്വന്തം അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്ന രീതിയിലാണ് നാട്ടുകാരുടെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ അച്ഛനും അമ്മയും ചിലപ്പോൾ കേട്ടിരിക്കും, നാട്ടുകാർക്ക് അതിന്റെ ആവശ്യമില്ല. സിംഗറിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇവര് പെരിയ ജെയിംസ് ക്യാമറൂൺ എടുത്തു വെച്ചിരിക്കുന്ന പെരിയ അവതാർ, ഇതൊക്കെ ഓർത്തിരിക്കാൻ ഡസ് എന്നല്ലേ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഇടയ്ക്ക് ബാങ്ക് എക്സാം എഴുതാൻ പോയപ്പോ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡസ് സിനിമയുടെ ഡയറക്ടർ ആര്? തെറിവിളി. ഇത് പെരിയ കപ്പ് കിട്ടുന്ന കോമ്പറ്റീഷൻ ഒന്നും അല്ല, എല്ലാവർക്കും വിളിക്കാൻ അറിയുകയും ചെയ്യാം. പലരും വിളിക്കാത്തത് ലൂസിഫറിൽ പറയുന്ന ഡയലോഗ് ഉണ്ട്, ആൻഡ് തന്റെ സംസ്കാരം അല്ല എന്റെ സംസ്കാരം. താൻ തെറി വിളിച്ചു കഴിഞ്ഞാൽ തന്റെ നിലവാരം തന്നെയാണ് കാണിക്കുന്നത്, അല്ലാതെ എനിക്ക് അതിന് ഒരു തേങ്ങയും പോകാനില്ല, എനിക്ക് അരി കിട്ടാതെ ഒന്നും ഇരിക്കില്ല. ഡസ് സിനിമയുടെ ഡയറക്ടർ തെറി വിളിച്ച് അതുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് അരി തരില്ല എന്ന്. സോ ആദ്യത്തത്, നീ പോയിട്ടൊരു 10 പടം ഡയറക്ട് ചെയ്യും. അങ്ങനെ 10 പടം ഡയറക്ട് ചെയ്തവരെ തന്റെ ഈ സിനിമ കാണാൻ പാടില്ലെങ്കിൽ ഈ രാജമൗലിനെ, മണിരത്നത്തിനെ, ശങ്കറിനെയോ കൊണ്ടേ കാണിക്കായിരുന്നില്ലേ? സിനിമ നാട്ടുകാർ കാണും, അയ്യോ എന്റെ പടം ഒന്ന് ഇരുന്ന് കാണണേ, പ്രൊമോഷൻ വേണ്ടി കെഞ്ചലും കരയിലൊക്കെയാണ്. എന്നാ പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഒരാള് നന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കമന്റോ 3-4 കമന്റ് ഒക്കെ ഞാൻ വിട്ടുണ്ടാവും. ഇത് 10 കമന്റ് ഇട്ട് മെഴുകണം. ഇത്രയും ക്രിമികടി ഉണ്ടെങ്കിൽ ആൽബൻഡോസോള് വാങ്ങിക്കുക, കഴിക്കുക. എന്റെ 10 വർഷത്തെ കഷ്ടപ്പാടാണ്. അതിന് നോബഡി കേസ്. സി, നോബഡി കേസ്. നിങ്ങൾക്ക് റെസ്പെക്ട് വേണമെങ്കിൽ യു ഹാവ് ടു ഏൺ ഇറ്റ്. EARN. അല്ലാതെ വന്ന് എരക്കല്ല വേണ്ട, ബെഗിയല്ല വേണ്ട. എന്നെ റെസ്പെക്ട് ചെയ്യണേ, എന്നെ റെസ്പെക്ട് ചെയ്യണം. നിങ്ങളുടെ ക്രാഫ്റ്റ് സംസാരിക്കണം, അല്ലാതെ നിങ്ങളല്ല സംസാരിക്കേണ്ടത്. ഈ ഇടയ്ക്ക് OTT പടം ഇറങ്ങിയ സമയത്തും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ പറഞ്ഞിട്ട് വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നല്ല സാറ്. എന്തേ? ഇതാണ് എന്റെ വിലയേറിയ അഭിപ്രായം. എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. എന്റെ സമയമാണ് പോയത്, ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്ത കാശാണ് പോയത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ അതിന് മാത്രമേ കെയർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സിനിമാക്കാരുടെ കോടികൾ പോയി, സിനിമാക്കാരുടെ 10 കൊല്ലം പോയി. നോബഡി കേസ് ആൻഡ് ഐ ഡോണ്ട് റിയലി കെയർ. നീ ഒരു ചെറുകഥ എഴുത്, എന്നിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. ഞാൻ ചെറുകഥ എഴുതും, ചിലപ്പോൾ കവിത എഴുതും, ചിലപ്പോൾ കഥ എഴുതും. എന്നാൽ പോലും ഞാൻ ഒരാളുടെ മുമ്പിൽ പോയിട്ട് ഇതൊന്ന് കാണണേ, ഞങ്ങളെ രക്ഷിക്കണേ പറഞ്ഞ് കെഞ്ചാൻ പോണില്ല. അത് ചെയ്തവര് നിങ്ങളാണ്, ഞാനല്ല. ഈ സിനിമ കാണണം, ഈ സിനിമ വിജയിപ്പിക്കണം പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് സിനിമാക്കാരൻ നടത്തുന്ന പ്രൊമോഷൻ ഗിമ്മിക്സ് കാണണം. 10 പൈസക്കുള്ളില്ല ചിലപ്പോൾ പടം. എന്നാൽ പ്രൊമോഷൻ സമയത്ത് ഇരുന്ന് തള്ളുന്നതിനൊന്നും ഒരു കുറവുമില്ല. എന്നാൽ നാളെ നിങ്ങൾ നല്ലൊരു പടമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നല്ല പടമാണ് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നല്ലത് പറയും. നീ അശ്വന്ത് കോക്കിന് പഠിക്കാൻ ഇരിക്കുകയാണ്. ഉണ്ടംപൊരി, പരിപ്പ് വട, ഇതൊക്കെ അശ്വന്ത് കോക്കിന്റെയാണ്. ഇത്ര അശ്വന്ത് കോക്ക് ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടംപൊരി ഉണ്ട്, പഴംപൊരി ഉണ്ട്, പരിപ്പ് വടയുണ്ട്, ഉഴുന്നുവടയുണ്ട്. അശ്വന്ത് കോക്കിന് GI ടാഗ് ഒന്നും കൊടുത്തിട്ടില്ല ഉണ്ടംപൊരിയുടെ. 10 വർഷത്തെ കഷ്ടപ്പാടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും. സാധാരണക്കാരന് അവൻ ചിലവാക്കുന്ന 200 റുപ്യ 1000 റുപ്യൊക്കെയാണ് വലുത്. ഇവിടെ ആരെയും വീട്ടിൽ നോട്ടടിക്കുന്ന മെഷീനോ അല്ലെങ്കിൽ മറ്റേ മരത്തിൽ നിന്ന് കയറി വലിക്കാൻ നോട്ട് കെട്ടിത്തൂക്കി ഇട്ടിട്ടൊന്നുമില്ല. ആൻഡ് സിനിമ ആൾക്കാർ കാണുന്നത് സിനിമ അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായോണ്ടല്ല, അവർക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കളയാനും എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ്. അല്ല സിനിമാക്കാര് കഷ്ടപ്പാട് പൈസ കിട്ടില്ലേ? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈച്ച് ആൻഡ് എവ്രി വൺ ഈസ് ഗെറ്റിംഗ് പെയ്ഡ്. നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട്. പൈസ കിട്ടാതിരിക്കുന്നൊന്നുമില്ല. പൈസ പോകണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസറിന് മാത്രമാണ്, വേറെ ആർക്കും അല്ല. നാട്ടുകാരെ നന്നാക്കാനുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ സിനിമ ഇറക്കുന്നത്? നോ വേ. യു വാണ്ട് ഫെയിം, യു വാണ്ട് പ്രോഫിറ്റ്, അല്ലാതെ ഒന്നുമല്ല. ഇവിടെ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അല്ലാതെ സിനിമാക്കാര് മാത്രമേ കഷ്ടപ്പെടുള്ളൂ, അവരുടെ കാശിന് മാത്രമേ വില. അമ്പലം കെട്ടി പൂജിക്കണം സിനിമാക്കാരെ. ക്രിറ്റിസിസത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് ജോബ് എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ ക്രാഫ്റ്റിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ, അത്രയും നല്ല സാധനമാണെങ്കിൽ നല്ലത് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവര് നല്ലത് പറഞ്ഞു വേണ്ടി ആശ്വസിക്കാതെ മോശം പറഞ്ഞ് ഒരാൾ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ പോണതാണ് മാന്യത. ഇതായിരിക്കും ചിലപ്പോൾ വീട്ടിൽ പഠിപ്പിച്ചെന്നുണ്ടാവുക. അത് വീട്ടിൽ വെച്ചാൽ മതി, ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുവരണം. സിനിമാക്കാര് നാളെ ഇങ്ങനെ ചിലപ്പോൾ നല്ലൊരു സിനിമ ഇറക്കി വെച്ച് ഡെഫിനറ്റ്ലി ഞാൻ നല്ലത് പറയാം. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ നല്ലതാണ് പറയാം, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറയാം, എന്റെ കളഞ്ഞ 2.5 മണിക്കൂർ പൈസ ഞാൻ പോട്ടെ വെക്കും. എന്റെ കളഞ്ഞ 2.5 മണിക്കൂർ തനിക്ക് തിരിച്ചു തരാൻ പറ്റും? ഇല്ലല്ലോ. സോ ഷട്ട് അപ്പ്. പഠിപ്പിക്കാൻ വരുന്നു. സിനിമ അറിയണവര് മാത്രമേ സിനിമയെ പറ്റി സംസാരിക്കാൻ പാടുള്ളൂ. ഇയാള് സൊമാറ്റോയും സ്വിഗ്ഗിയും വഴി ഭക്ഷണം ഒന്നും ഓർഡർ ചെയ്യുന്നില്ലേ?
ഈ പുളിച്ച അവിഞ്ഞ സാധനം കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ അത് മോശമാണെന്ന് താൻ പറയാതിരിക്കുവോ? പറയുമല്ലോ. അപ്പൊ ഷെഫിന്റെ കഷ്ടപ്പാട്, ഹോട്ടലുകാർ എത്ര കഷ്ടപ്പെട്ട ഹോട്ടൽ ഉണ്ടാക്കി അതൊന്നും ആരും നോക്കില്ലല്ലോ. ഇതേപോലെ ഒരു ഫോണ് വാങ്ങി, ആ ഫോണിന് പല സോപ്പ് പെട്ടിയാണ് കൊണ്ടുവന്ന് തന്നു വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കില്ലേ? അതേപോലെ തന്നെയാണ് ബാക്കിയുള്ളവരുടെ അവസ്ഥയും. നിങ്ങൾ കഷ്ടപ്പെട്ട് സിനിമ എടുത്തു പറഞ്ഞിട്ട് അത് എല്ലാവരും നല്ലത് പറയണമെന്നൊന്നുമില്ല. ആൻഡ് ടു മീ പേഴ്സണലി ദാറ്റ്സ് അട്ടർ വേസ്റ്റ്. ഡോസ് പറഞ്ഞ സിനിമ അട്ടർ വേസ്റ്റ് ആണ്. അല്ലാതെ ഇവിടെ കിടന്ന് കുറെ തെറി വിളിച്ചുകൊണ്ട് എന്റെ അഭിപ്രായം ഒന്നും മാറാൻ. യു വാണ്ട് ടു ടേക്ക് മീ ഓൾ ദീസ് ഇൻ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഇതും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. നല്ല സിനിമ എവിടെയാണെങ്കിൽ പീപ്പിൾ അക്സെപ്റ്റൻസ് ഉണ്ടാവും. അത് തിയേറ്ററിൽ വാക്കായില്ലെങ്കിൽ OTT-യിൽ. ആൻഡ് ഇൻ ദിസ് യൂണിവേഴ്സ് എല്ലാ സിനിമയും ഇഷ്ടപ്പെട്ട ആൾക്കാരൊന്നും ഒരു ഇതുമില്ല. ക്ലാസിക് സിനിമ വരെ ഇഷ്ടപ്പെടാത്ത ഒരാളെങ്കിലും ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ച് വിവേകം, ബോധം ഒക്കെ വേണം. അല്ലാതെ ഒരാൾ ഒരു സിനിമയെ പറ്റി മോശം പറഞ്ഞാൽ അയാളെ പോയി ഞാൻ കുറെ തെറി വിളിച്ചു, ഞാൻ പെരിയ രാജമൗലി ആയി എന്നത്. തെറി വിളിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. അത് ചെയ്യാത്തത് അവനവന്റെ മാന്യതയും സംസ്കാരം കൊണ്ട് മാത്രമാണ്. പഠിപ്പിക്കാൻ വരുന്നു.